ഡൽഹി സ്ഫോടന കേസ് പ്രതി ഡോക്ടർ ഉമർ നബി തന്നെയാണ് കാർ ഓടിച്ചിരുന്നതെന്ന് സ്ഥിരീകരണം. കുടുംബാംഗങ്ങളുടെ DNA സാമ്പിളുകളുടെ പരിശോധനയിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. വൈറ്റ് കോളർ ഭീകര സംഘത്തിലെ പ്രധാനികൾ ഡോക്ടർ ഉമറും ഡോക്ടർ മുസമ്മിൽ ഷക്കീലുമെന്ന് NIA. ഡിസംബർ 6 വൻ ആക്രമണം നടത്താൻ സംഘം പദ്ധതിയിട്ടിരുന്നതായി വിവരം. സ്ഫോടനം നടത്തിയ i20 കാർ വാങ്ങാൻ ഉമർ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ താരിഖ് എന്ന പേര് ഉപയോഗിച്ചതായി വിവരം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇത് ഭീകരാക്രമണം തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെ വിശദമായ അന്വേഷണം, പരിശോധന ഒക്കെ NIA ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ബൽറാം നെടുങ്ങാടി? രഞ്ജിത്ത്, ഡൽഹി സ്ഫോടനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായി ഈ കാർ ഓടിച്ചിരുന്നത് ആര് എന്നതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം, വ്യക്തത ഇല്ലായിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. കാർ ഓടിച്ചിരുന്നത് മുഖ്യപ്രതിയായ ഡോക്ടർ ഉമർ മുഹമ്മദ് തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഉമറിൻ്റെ മാതാവിൻ്റെയും സഹോദരന്മാരുടെയും DNA സാമ്പിളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശേഖരിച്ചിരുന്നു. അവ ഈ സ്ഫോടന സ്ഥലത്തു നിന്നും കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങളിൽ നിന്നുള്ള DNA സാമ്പിളുകളുമായി ഒത്തുനോക്കുകയും അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വിവരം. അതായത് ഈ കാറിലുണ്ടായിരുന്നത് ഒമർ തന്നെയാണ് ഈ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്നുള്ള വ്യക്തമായ സൂചനകൾ ഏജൻസികൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഈ 11 മണിക്കൂറോളം സമയം ഡൽഹിയിൽ ഈ വാഹനം ഉണ്ടായിരുന്നു, സ്ഫോടക വസ്തുക്കൾ നിറച്ച നിലയിൽ. മറ്റ് എവിടെയെങ്കിലും ആക്രമണം നടത്താൻ ഒമറിന് പദ്ധതി ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ളവ പരിശോധിച്ച് വരികയാണ്. ഇതിനായി പ്രത്യേക സംഘം ഏതാണ്ട് 1000-ലേറെ CCTV ദൃശ്യങ്ങൾ ഇതിനകം തന്നെ ശേഖരിച്ച് അവ സൂക്ഷ്മമായി പരിശോധിക്കുകയാണ്. ഈ സ്ഫോടനം നടന്നതിന് 10 ദിവസമായി ഒമർ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചിരുന്നില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ നേരത്തെ മറ്റ് സുഹൃത്തുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ അറിയുന്നതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും നമ്പറുകൾ ഇയാൾ ഉപയോഗിച്ചിരുന്നതോ കൂട്ടാളികളുമായി ബന്ധപ്പെടാൻ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. സ്ഫോടനമുണ്ടായ കാർ ഓടിച്ചത് ഉമർ തന്നെയാണ് എന്ന സ്ഥിരീകരണം ഇപ്പോൾ പുറത്തുവരികയാണ്. ഇതിന്റെ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനമാണ് ആ വിവരം. കുടുംബാംഗങ്ങളുടെ DNA പരിശോധിച്ചതിൽ നിന്നാണ് ആ നിഗമനത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിച്ചേരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.